Adobe Photoshop Basic Operationsലെ സെക്കൻഡ് ടോപ്പിക് ക്രിയേറ്റിംഗ് ന്യൂ ഫയൽ യൂസിങ് കസ്റ്റം പ്രീസെറ്റ്. സ്വന്തമായിട്ടൊരു പ്രീസെറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പ്രീസെറ്റ് ഡീറ്റെയിൽസ് വന്നിട്ട് ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ടൈറ്റിൽ മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. 1080 സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ താഴെ നമുക്ക് ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ വേണ്ട വിഡ്ത്ത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 1080 ആണ്, അതായത് 1080 ആണ് ഞാനിവിടെ കൊടുക്കാനായിട്ട് പോകുന്നത്. ഹൈറ്റും എനിക്ക് സെയിം 1080 മാത്രം മതി. അതിനുശേഷം നമുക്കിവിടെ എന്ത് യൂണിറ്റിലാണ് നമ്മൾ കൊടുത്ത വാല്യൂ വരേണ്ടത് എന്ന് ഡിഫൈൻ ചെയ്യാം. ഇത് ഡീഫോൾട്ടായിട്ട് പിക്സലിലാണ്, അത് മാറ്റിയിട്ട് നമുക്ക് സെൻറ്റിമീറ്ററിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ വാല്യൂ ചേഞ്ച് ചെയ്തു. അതായത് 1080 പിക്സൽസ് എന്ന് പറയുന്നത്, അതായത് 72 റെസൊല്യൂഷനിൽ ഏകദേശം 38 സെൻറ്റിമീറ്ററിനടുത്തോളം വരും. അതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഈ വാല്യൂം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്റ്റിക്കറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾക്കിവിടെ വിഡ്ത്ത് 5 സെൻറ്റിമീറ്റർ കൊടുക്കാം, അതുപോലെ ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ആ എടുക്കാനുള്ള രീതിയിൽ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ആയിട്ട് വരും. അല്ലെങ്കിൽ നമുക്കിവിടെ വന്നിട്ട് ഇത് മാറ്റിയിട്ട് വേണമെങ്കിൽ ഇഞ്ചസ് കൊടുക്കാം. ഇഞ്ചിൽ കണക്ക് കൊടുക്കണതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫ്ലെക്സൊക്കെ അടിക്കാൻ നേരത്ത് 6 അടിയുടെ ഫ്ലെക്സ് ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പകരം 6 ഇഞ്ച് കൊടുത്തിട്ട് അതിൻ്റെ റെസൊല്യൂഷൻ കൂട്ടി ഒരു 300 കൊടുക്കും. അതായത് നമുക്ക് ആവശ്യമുള്ള യൂണിറ്റിൽ, അതായത് പിക്സൽസിൽ വേണോ, സെൻറ്റിമീറ്ററിൽ വേണോ, മില്ലിമീറ്ററോ അതോ പോയിന്റ് വേണോ, അതായത് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഇഷ്ടമുള്ള യൂണിറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഡിജിറ്റലായിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ യൂസ് ചെയ്യാനുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പിക്സൽ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അതേസമയം നമുക്ക് ഒരു ഫിക്സഡ് സൈസുള്ള സാധനം പ്രിൻറ്റ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സെൻറ്റിമീറ്റർ കൊടുക്കാം. ഇത് ഓറിയൻറ്റേഷനാണ്, അതായത് പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് മോഡിൽ വേണോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ കൊടുത്തേക്കണ ഹൈറ്റും വിഡ്ത്തും സെയിം ആയതുകൊണ്ട് ഇതിൽ ഏതെടുത്താലും സെയിം ആയിട്ട് തന്നെ വരുള്ളൂ. ഓറിയൻറ്റേഷന് ശേഷം അതിന് താഴെ വന്നേക്കുന്നത് റെസൊല്യൂഷനാണ്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ വരുന്ന നമ്പർ ഓഫ് പിക്സൽസിൻ്റെ എണ്ണത്തിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിവിടെ പിക്സൽസ് പെർ ഇഞ്ചും പിക്സൽസ് പെർ സെൻറ്റിമീറ്ററും കിടക്കേണ്ടത്. സാധാരണ നമ്മൾ പിക്സൽസ് പെർ ഇഞ്ചാണ് കൊടുക്കാറ്, അതായത് ഒരു ഇഞ്ചിനുള്ളിൽ എത്ര പിക്സൽസ് ഉണ്ടാകുന്നത്. ഇത് സാധാരണഗതിയിൽ മിനിമം 72 മാക്സിമം 300 ആണ് കൊടുക്കാറ്. നമ്മളൊരു ഡിസൈൻ പ്രിൻ്റ് ചെയ്യുമ്പോൾ അതിൽ അറൗണ്ട് 300 PPA, അതായത് പിക്സൽസ് പെർ ഇഞ്ച് ഉണ്ടെങ്കിലാണ് ആ ഇമേജ് നല്ല ക്വാളിറ്റിയിൽ പ്രിൻ്റായിട്ട് വരുള്ളൂ. നമ്മുടെ കണ്ണിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എന്ന് പറയുന്നത് 300 പിക്സൽസ് പെർ ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾ പ്രിൻ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫയലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് മിനിമം 300 PPA എങ്കിലും കൊടുക്കുക. അതല്ല ഡിജിറ്റലായിട്ടാണ് കാണിക്കണമെങ്കിൽ, ഒരു സ്ക്രീനിലാണ് കാണിക്കണമെന്ന് ഉണ്ടെങ്കിൽ അത് 72 ആയാലും കുഴപ്പമില്ല. സ്ക്രീൻ ആ 72നെ അതിനനുസരിച്ചുള്ള വിഡ്ത്തിൽ അല്ലെങ്കിൽ ഹൈറ്റിൽ കാണിക്കും. നെക്സ്റ്റ് പറഞ്ഞത് കളർ മോഡാണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ഏത് കളർ മോഡിൽ വരണം എന്നുള്ളത്. ഇതിലിപ്പോൾ ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത് RGB കളർ മോഡാണ്, അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ. ഈ കളർ മോഡ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് മൊബൈൽ, ലാപ്ടോപ്പ് തുടങ്ങിയ സ്ക്രീനുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന കളർ മോഡാണ് RGB. നെക്സ്റ്റ് എന്ന് പറയുന്നത് CYMK കളർ മോഡാണ്. ഇത് കോമൺലി യൂസ് ചെയ്യണത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക് എന്നീ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മഷിയുടെ കളറുകളെയാണ് CYMK റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൽ ബ്ലാക്ക് ഒരു കീ കളർ ആയതുകൊണ്ടാണ് B എന്നുള്ളതിന് പകരം K ബ്ലാക്കിനെ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ RGBയും CYMKയും കമ്പയർ ചെയ്യുമ്പോൾ CYMK കുറച്ച് ഡള്ളായിരിക്കും, അതേസമയം RGB കളർ മോഡ് കുറച്ച് വൈബ്രൻ്റ് ആയിരിക്കും. കാരണം RGBയുടെ ഉള്ളിൽ കൂടുതൽ കളർ റേഞ്ച് ഉണ്ട്, അതേസമയം CYMKയിൽ അത് കുറവായിരിക്കും. CYMK ആണെങ്കിൽ 8 ബിറ്റും 16 ബിറ്റുമേ ഉണ്ടാവുള്ളൂ, അതേസമയം RGB ആണെങ്കിൽ 32 ബിറ്റ് വരെ അതിൽ ഉണ്ടാകും. ബിറ്റ് കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് എത്ര കളർ വേരിയേഷൻസ് അവൈലബിൾ ആയിരിക്കും എന്നതാണ്. അതായത് എത്ര സെപ്പറേറ്റ് കളേഴ്സ് അവൈലബിൾ ആയിരിക്കും. 8 ബിറ്റ് ആണെങ്കിൽ അറ്റ് എ ടൈം ഒരു ചാനലിൽ 256 കളേഴ്സേ അവൈലബിൾ ആയിരിക്കുള്ളൂ. അതേസമയം 16 ബിറ്റ് ആണെങ്കിൽ ഏകദേശം 32,700ഓളം കളേഴ്സ് അവൈലബിൾ ആയിരിക്കും. 32 ബിറ്റ്സ് എന്ന് പറയുമ്പോൾ കളേഴ്സിൻ്റെ എണ്ണം അതിലും കൂടും. പക്ഷേ മിക്ക മീഡിയകളും 8 ബിറ്റ് കളേഴ്സേ സാധാരണഗതിയിൽ സപ്പോർട്ട് ചെയ്യാറുള്ളൂ, ഡിജിറ്റൽ ആണെങ്കിലും പ്രിൻ്റഡ് ആണെങ്കിലും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് 8 ബിറ്റ് ആണെങ്കിൽ അത് ധാരാളമാണ്. നെക്സ്റ്റ് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് എന്ത് കളർ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്.
അതായത് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ബേസ് ആയിട്ട് നിൽക്കുന്ന ലെയറിൽ എന്ത് ബാക്ക്ഗ്രൗണ്ട് കളർ അല്ലെങ്കിൽ എന്ത് കളറായിരിക്കണം ഫില്ല് ചെയ്ത് വെക്കേണ്ടത് എന്ന് കാണിക്കാനായിട്ട്. ഇത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ കളർ പിക്കർ വരും. അതിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RGBയുടെ വാല്യൂവും അതേപോലെ CYMKയുടെ വാല്യൂവും കാണാനായിട്ട് സാധിക്കും. നമ്മൾ പിക്കറിൽ കളർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ വാല്യൂസ് മാറും. എന്നിട്ട് നമ്മൾ ഇതിന് ഇവിടെ ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ കളറായിരിക്കും നമ്മുടെ ഡോക്യുമെൻറ്റിൽ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് വരിക. നമ്മളത് മാറ്റുക. വൈറ്റാണ് ഡീഫോൾട്ടായിട്ട് വേണ്ടത്, അതുകൊണ്ട് നമ്മളിവിടുന്ന് വൈറ്റ് സെലക്ട് ചെയ്യാം. വൈറ്റ് ഡീഫോൾട്ട് കളർ ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. താഴത്തുള്ളത് അഡ്വാൻസ് സെറ്റിങ്സ് ആണ്, അത് നമ്മളിപ്പോൾ നോക്കേണ്ട കാര്യമില്ല. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചെയ്ത പ്രീസെറ്റിനെ സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് സേവിൽ വന്നിട്ടുണ്ടാവും. അതിനത് സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് അടിക്കുക. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയി വന്നു, നമ്മൾ പറഞ്ഞ സൈസിൽ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് കളറിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പുതിയ ഡോക്യുമെൻറ്റ് ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നത്.